ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മാങ്ങന ഒരു വിളവെടുപ്പാണ്. ഇതാണ് ഐവറി, ഗ്രീൻ ഐവറി മാംഗോ. ഇതിൻ്റെ റെഡ് ഐവറി ഒക്കെ ഞാൻ മുന്നേ 2-3 വീഡിയോയിലൊക്കെ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് പഴുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക, അതൊക്കെ പഴുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിളവെടുപ്പാണ്, വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ മുകളിൽ ഇനി മൊത്തം നിർത്താൻ പോകുന്നു, നിർത്തുന്നില്ല, ഒക്കെ പൊട്ടിച്ച് ഒഴിവാക്കുകയാണ്. ഒരു മാങ്ങ 1 കിലോൻ്റെ വേണ്ട കിടന്ന് എന്നാലും പൊട്ടി. ഇതാണ് മഴക്കാലത്തുള്ളൊരു ദോഷമാണ്. ഉപ്പർക്കപ്പക്കടയൊക്കെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് മാങ്ങ പൊട്ടിച്ചാലും പ്രൂൺ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ മാങ്ങ പൊട്ടിച്ചൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യണം. ഒരു മാങ്ങ ഉണ്ട്, ഇനിയൊരു മാവും കൂടെ ഉണ്ട് അവിടെ. ജസ്റ്റ് അപ്പോൾ ഈ കൊല്ലത്തെ ഗ്രീൻ ഐവറിൻ്റെ വിളവെടുപ്പ് പൊന്തണില്ല. എങ്ങനെയായാലും ഒരു 6-7 കിലോനുണ്ട്. എന്നേതായാലും നമ്മളെ മകൾ പോകണുണ്ട് ഖത്തറിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇന്ന് മരുമകനക്ക് കുറച്ച് മാങ്ങ കൊടുത്തയക്കണം. ഒരു മാവിൻ്റെയും കൂടെ വിളവെടുക്കാണ്ട്, അതും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഉണ്ടായ കമ്പുകളൊക്കെ ഇതേപോലെ സോഫ്റ്റ് പ്രൂണിങ് എന്നാണ് പറയുക. അതിന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. മസ്റ്റായിട്ട് ये कट करो, ആകെ ഇതർ കട്ട് കരേക. അപ്പോൾ ഇതേപോലെ എല്ലാ ഉണ്ടായ കമ്പുകളും കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മൾക്ക് അടുത്ത സീസണിലേക്ക് പുതിയ ബ്രാഞ്ചസുകളൊക്കെ വന്ന് പുതിയ കമ്പുകളൊക്കെ ഉണ്ടായി നമുക്ക് കൂടുതൽ മാങ്ങകൾ കിട്ടുള്ളൂ. ഹാർഡ് പ്രൂണിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു വർഷത്തേക്കുള്ള ഹാർഡ് പ്രൂണിങ് മീൻസ് ഇതേപോലെയുള്ള വണ്ണുള്ള കമ്പുകൾ കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഒരു വർഷത്തിന് മാങ്ങ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്ത് സോഫ്റ്റ് പ്രൂണിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഗ്രീൻ ഐവറി 2ാമത്തെ മരമാണിത്. അതും കൂടെ ഇനി നിർത്തുകയാണ്. കാരണം ഇപ്പോൾ 6-7 മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ആകതിമൽ 5 മാങ്ങയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. അണ്ണാൻ്റെ പണിയാണ്. അപ്പോൾ ഇതാണിപ്പോൾ ഇതിലെ ക്യൂണ്. എന്താ അതിൻ്റെ വലിപ്പം. അപ്പോൾ ഇതൊക്കെ ഒരു മാങ്ങ ഒരു ഫാമിലിക്ക് മതി. ഒരു മാങ്ങ തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക്. പക്ഷെ ഇത് പച്ചയിൽ കഴിച്ച ഞാനൊരു ഇതിൻ്റെ ഒരു റീലിട്ടിരുന്നു. ആ പച്ചയിൽ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പച്ചയിൽ കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ടേസ്റ്റ്. ഞാൻ എന്തായാലും ഇത് പഴുത്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുറിച്ചിട്ട് വീഡിയോ എൻ്റെ ആക്കുന്നില്ല. ഇനി ഇത് മുറിച്ച് ഇതും കൂടെ കാണിച്ചിട്ട് ഒരു ഫുൾ വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് നമ്മളെ സെഷന് നമ്മളെ ഗാർഡനിൽ വന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതിന് ശേഷം നമുക്ക് നമ്മൾ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിൽ നിന്ന് വന്നതാണ്. വീട് കാണാനല്ല, പ്ലാന്റുകൾ കൂടെ എടുക്കാൻ. സാറ് പേരെന്താ പറഞ്ഞു? എൻ്റെ പേര് ജയകൃഷ്ണൻ സാറ്. എന്താ നിങ്ങൾ വർക്ക്? ഞാൻ കോൺട്രാക്ടറാണ്. കാലിക്കറ്റ് തന്നെയാണ്. ശരി. കാലിക്കറ്റ് സിറ്റിയിൽ തന്നെയാണ്. കഴിച്ചോളൂ. നമ്മളെ ഗാർഡൻ കാണാൻ കോട്ടയത്ത് നിന്ന് വന്നതാണ് അമ്മയും മക്കളും. കഴിച്ചിട്ടില്ല. അത് ശരി. എന്നാ ആദ്യം നമ്മളവിടെ നിന്നല്ല കഴിക്കേണ്ടത്. മധുരമായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? അപ്പം മാങ്ങ തിന്നിട്ട് ഇതൊന്നും തിന്നിട്ട് കാര്യമില്ല. ആ മാങ്ങ കഴിച്ച വായോണ്ടേ ഇത് തിന്നാൽ ഏൽക്കൂല. കാരണം മാങ്ങ അത്രയും മധുരമാണ്. ഇവിടെ ഗ്രീൻ 3 ടേസ്റ്റ് മാങ്ങ കഴിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം ഇത് കഴിച്ചാൽ ഒരു ഇതും കഴിച്ചിട്ട് കാര്യമില്ല. പഞ്ചസാര മത്താക്കുന്ന ഒരു ടേസ്റ്റ്. നമ്മളെ 3 ടേസ്റ്റ് മാങ്ങ ആണ്. നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാടിൽ നിന്ന് വന്നതാണ്. എന്നാലും ഇരുട്ടായി, രാത്രിയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ മാങ്ങ മുറിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. മാങ്ങ കൊണ്ടാവാൻ കൊടുത്താണ്. ഓക്കെ, ശരി. ജബോട്ടിക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമ്മളെ ഗാർഡൻ എവിടുന്നാ പറഞ്ഞ്? വെട്ടിച്ചിറന്ന് നമ്മളെ ഗാർഡൻ കാണാൻ വന്നതാണ്. ഇതാണ് തായ്ക്കിങ് ചാമ്പയാണ്. മഴവെള്ളത്തിൽ ഒരു രക്ഷയില്ല, ഫുള്ള് കൊഴിഞ്ഞു പോവുകയാണ്. ഇത് നമുക്കിന്ന് പുലാമന്തോളല്ലേ പറഞ്ഞേ? പുലാമന്തോളം എന്ന് പറഞ്ഞാൽ മഞ്ചേരി അപ്പുറം, പെരിന്തൽമണ്ണ അപ്പുറം. ആ ശരി, ഓക്കെ.
നമ്മളെ ഗാർഡൻ കാണാൻ വന്നതാണ്. അവർക്കിപ്പോൾ ഒന്ന് മേലെ പോയപ്പോൾ കുറച്ച് കൊത്തിയ മാങ്ങ കിട്ടിയത്. ബനാന മാങ്ങ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബനാന മാങ്ങ? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് മോനെ? ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, ശരി, സന്തോഷം. ചങ്ങരം കുളത്തുനിന്ന് അതല്ല, അത് പഴുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലുണ്ട്, അവിടെ ഉണ്ടാവും, അപ്പുറത്തെ സൈഡിൽ നിന്ന്. ഏതായാലും വരുന്നവർക്കുള്ളതാണിത്. ഇതാക്കാണ്. അത് പാകമായത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അതാണ് ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഇനാണിത്. ഉഷാറാണ്. മധുരം ഉണ്ടോ? അത് വെറുതെ പറയാണോ? മധുരണ്ട്. ഇതിന്റെ മുമ്പ് കഴിക്കാത്തോണ്ട് ഇതിന്റെ ടേസ്റ്റ് അതാണോ ഇതാണോ ഒരു കൺഫ്യൂഷൻ ആവും. ശരി, കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് തുര കാഴ്ച കണ്ടെക്കും. അതിന് ജബോട്ടിക്ക മരമുന്തിരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ. ഇങ്ങനെ കഴിച്ചു നോക്കിയില്ല. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നമ്മളെ ഗാർഡൻ കാണാൻ എടപ്പാളിൽ തന്നെയല്ലേ പറഞ്ഞ്? എടപ്പാളിൽ നിന്ന് വന്നാണ്. ഓക്കെ, എന്തായാലും നടക്കട്ടെ, സംഗതികളൊക്കെ നടക്കട്ടെ. നല്ല മഴയുള്ള ദിവസമാണ് വന്നത്. എങ്ങനെയുണ്ട് നമ്മളെ ഗാർഡൻ കാണാൻ? എവിടുന്ന സ്ഥലം തന്നെ നിങ്ങള് പ്രോപ്പർ? വടക്കേക്കാട്. ഓ, നമ്മളെ ഓക്കെ ഓക്കെ. ഇത് നമ്മളെ സ്വന്തക്കാരൊക്കെ ഉണ്ട് അവിടെ. വടക്കേക്കാട് തടാകം കുഞ്ഞാമതാജിനെ അറിയില്ലേ? കുടുംബമല്ല, ഞങ്ങള് ബിസിനസ് ഒന്നിച്ച് ദുബായില് ഫ്രൂട്ടിന്റെ ഒരു സ്കൂളിലെ ടീച്ചർ മകനാണ്. നമ്മളെ ഗാർഡന് മുന്നേ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചാണ് തന്നെയാണ് CI. വീണ്ടും കുറച്ച് പ്ലാന്റുകൾ എടുക്കാൻ വന്നതാണ്. എങ്ങനെയുണ്ട് മോനെ കഴിച്ചിട്ട്? ടേസ്റ്റ് ഉണ്ടോ? സ്റ്റാർ ഫ്രൂട്ടാണ്. അപ്പം അതിൻ്റെ തൈ വാങ്ങാൻ വന്നതാണ്. ഓക്കെ, ശരി, സന്തോഷം. നമ്മള് എവിടുന്നാ വന്നതെന്ന് പറഞ്ഞ്? ചാവക്കാട് നിന്ന്. ഓക്കെ, നമ്മളന്ന് കണ്ടായല്ലേ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ വീട്ടിൽ സാധനം കൊറിയർ ഉണ്ടായതാണ്. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും കഴിക്കാൻ കിട്ടിയ അവർക്ക് നോമ്പാവൂല്ലേ? പൊട്ടിച്ചോളൂ. എന്ത് റംബൂട്ടാൻ്റെ 3 പീസ് കിട്ടിയ? ഓക്കെ ഓക്കെ. അത് അണ്ണാന് അവരാണ് മുൻകൂട്ടി കഴിക്കുന്നത്. ഞങ്ങളെ നാട്ടുകാരാണ്. കൊറേ ആദ്യമായിട്ട് വരികയല്ലേ കണ്ട്. എങ്ങനെയുണ്ട്? ബ്രസീലിന്റെ പേരൊക്കെ എങ്ങനെയുണ്ട്? പേരൊക്കെ ഒന്നും പറയില്ല അതിനെ. അത് അതിന്റെ ഷേപ്പൊക്കെ കണ്ടില്ല. ടേസ്റ്റ് കൊണ്ടാണ് പേരാന്ന് പറയാ. ഇതാണ് ബ്രസീലിന്റെ റെയിൻ ഫോറസ്റ്റ് ബ്ലാക്ക് ഗവ എന്ന് പറഞ്ഞ സാധനം. വയലറ്റ് ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. എന്നാലും ഞങ്ങളെ നാട്ടുകാരാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രീൻ ഐവറി അല്ലെങ്കിൽ ജൈന്റ് ഐവറി എന്നൊക്കെ പറഞ്ഞ സാധനം, ഇത് ഗ്രീൻ ഐവറി തന്നെയാണ്. കാരണം മറ്റുള്ള മാങ്ങകളൊക്കെ പോലെ ഇതൊരു നല്ലൊരു കളറിൽ വരുന്നില്ല. അപ്പോൾ ഏത് എടുത്ത് നോക്കിയാലും ഒരു കളർ കിട്ടുന്നില്ല. ഇതാണ് ഇപ്പോൾ ഇതിലൊരു ടോപ്പ് വെയിറ്റുള്ള മാങ്ങ. അതിൻ്റെ അത് വെയിറ്റ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 764 ഗ്രാം. ഇപ്പോൾ കിട്ടിയതിൽ ഇപ്പോൾ ഏറ്റവും ഒരു വലിപ്പമുള്ള മാങ്ങ ഇതാണ്. 570, 610. അപ്പോൾ ഏകദേശം ഒരു 700 ഗ്രാം 800 ഗ്രാമിൻ്റെ മാങ്ങയാണിത് അത്യാവശ്യം ഉള്ളത്. ഇതിൻ്റെ കളറ് വലിയൊരു കളറൊന്നുമില്ല, പച്ച കളറിൽ തന്നെയാണ്. അതിൻ്റെ പേരിനെ പോലെ തന്നെ ഗ്രീൻ ഐവറി അല്ലെങ്കിൽ മറ്റേ റെഡ് ഐവറി ഉണ്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഞാനിതുവരെ കഴിച്ചറിയാത്തൊരു മാങ്ങയാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ഓവർ പഴുപ്പായിട്ടുണ്ട്, ഉള്ളിൽ കലങ്ങിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാരണം ഈ വലിയ മാങ്ങ ഓവർ പഴുത്താനുള്ള പ്രശ്നം, ഉള്ളിൽ കലങ്ങി വരും. അത്രയും അതിൻ്റെ ഫ്ലഷാണ്, അതുകൊണ്ടാണ്. മധുരം നല്ല മധുരമുണ്ട്.
നമ്മളിതിൻ്റെ ബ്രിക്സ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മളതിൻ്റെ ബ്രിക്സ് മീറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. കാരണം നമ്മൾ 15 ഇത്ര 20 ഇത്ര എന്നൊക്കെ പറയണ്ട. അപ്പോൾ കുറേ ആളുകൾ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഒരു ബ്രിക്സ് മീറ്റർ വാങ്ങിയിട്ട് നോക്കിക്കൂടെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ മധുരം. $15.something ആണ് കാണുന്നത്. 16 15 ഉള്ളിലായിട്ടാണ് അതിൻ്റെ ബ്രിക്സ് കാണുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള മാങ്ങ മധുരത്തിൻ്റെ കാര്യം അത് 15 എന്ന് പറഞ്ഞാൽ എത്രയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ബ്രിക്സ് മീറ്ററിൽ കാണിക്കുന്നത് 15 പോയിൻ്റാണ്, 16 എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇനി മാങ്ങൻ്റെ നമുക്ക് കഴിച്ചിട്ടുള്ള മറ്റേ നമ്മൾ കലങ്ങിയിരുന്ന് വേറൊരു മാങ്ങ കൂടെ നമ്മളൊന്ന് നോക്കുന്നുണ്ട്. മധുരം മീറ്ററിൽ എന്ത് കാണിച്ചാലും അതിൻ്റെ എത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ എനിക്കിപ്പോൾ 16 കഴിച്ചപ്പോഴുള്ള മധുരം എനിക്ക് കിട്ടി. അപ്പോൾ ഇനി വേറെ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താ അറിയുള്ളൂ. അപ്പോൾ അത് അറിയണവർക്ക് അറിയാൻ പറ്റും. 16 എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ, അപ്പോൾ ഈ മീറ്ററിൻ്റെ അളവൊന്നും. അപ്പോൾ ഇപ്പോൾ അത് എനിക്ക് അത്യാവശ്യം നല്ലൊരു മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാങ്ങയാണ്. കളർ ചെയ്യാന്നുള്ളൊരു പോരായ്മ ഉണ്ട്. നല്ല വലിപ്പമുണ്ട്. ആവശ്യത്തിന് ഫൈബർ ഉണ്ട്. ഫൈബർ ഓവർ ഇല്ലാന്നുള്ളൂ. നമ്മുടെ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇനി ഇതൊക്കെ പഴുക്കാനുണ്ട്. ഇതിനൊക്കെ പഴുത്തിട്ട് ഒന്നും കൂടെ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ബ്രിക്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ ഒരു 16%, 15.25% എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 16 കണ്ട് എത്തിയിട്ടില്ല അതിൻ്റെ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഐവറിൻ്റെ കട്ടിങ്ങും ഷെയറിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇനി അടുത്ത സീസണിൽ ഉണ്ടായിട്ട് പറയാം. ബായ്. അബ്ദുറസാഖ്, തിരൂർ.